ஹலோ காஸ் இனிமே பார்த்துட்டு தான் நான் வேக்கப் ஆயிட்டேன். பாரு பாரு யாரடி എന്നെ തൊടുത് அந்த மாதிரி இருக்குல்ல. അതായത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണെന്നൊന്നും പറയാനില്ല. ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെയില്ല. ജോലിക്ക് പോകുന്നു, വരുന്നു, പൂച്ചകളുടെ കുറച്ച് ഫോട്ടോസ്, വർക്കിൻ്റെ കുറച്ച് ഫോട്ടോസ്. ഇതാണ് മെട്രോ. മെട്രോ എന്ന് വെച്ചാൽ മെട്രോ തന്നെ. ഇവിടെ നിന്ന് എവിടെ നോക്കിയാലും മെട്രോയാണ്. ചുറ്റുപാടും ഇതാണ് ഞാൻ വർക്കിന് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ. സെൽഫി എടുക്കുക, അപ്പോൾ ആളെ എടുക്കുക, അവരെന്താ ചെയ്യുന്നതെന്ന് നോക്കി നിൽക്കുക. ലൈക്ക് സേഫ്റ്റി ഓഫീസർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ വീടിൻ്റെ അടുത്ത് അയൽക്കുത്ത ചേച്ചിമാരില്ലേ, അവരെ പോലെ തന്നെ. അവരെന്ത് ചെയ്യുന്നു, ഇവരെന്ത് ചെയ്യുന്നു നോക്കി തന്നെ നടക്കുക. പിന്നെ ഇങ്ങനെയുള്ള ബ്യൂട്ടിഫുൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കോള് വന്ന് ഭണ്ഡാരം. അതായത് പിന്നെ ഇങ്ങനെയുള്ള ബ്യൂട്ടിഫുൾ സീനറീസ് ഒക്കെ വന്നിട്ട് എടുക്കുക, ആസ്വദിക്കുക. ഇതാണ് ചില്ലിങ് മെഷീൻ ഷിഫ്റ്റിംഗ്. എന്താ മാതിരി എല്ലാം നടക്കുമ്പോൾ അവിടെ പോയിട്ട് ചുമ്മാ നോക്കി നിൽക്കുക. ഹെൽമെറ്റ് ഇടുക, ഇതിടോടെ വീണ്ടും മെട്രോ. ഞാൻ പറഞ്ഞില്ലേ, മെട്രോയോട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണത്. പിന്നെ ലഞ്ച് ബ്യൂട്ടിഫുൾ, ഐ ലൈക്ക് ദാറ്റ്. പിന്നെ കുറച്ചിട്ട് മാഷ്മി പോയിട്ട് ഇങ്ങനെ ഇരിക്കുക, കാലായിട്ട് ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഇറങ്ങുന്നവരെ വെയിറ്റ് ചെയ്തിട്ട്. പിന്നെ ലിസ്റ്റിക്ക് ഇടണം. ഉള്ളിലുള്ള ആൾ പോയാലല്ലേ എനിക്ക് ലിസ്റ്റിക്ക് ഇടാൻ പറ്റുള്ളൂ. അങ്ങനെ കുറച്ചേരം നിൽക്കുക, കാലക്കാട്ടി അങ്ങ് ആസ്വദിക്കുക. പിന്നെ ഉച്ച കഴിഞ്ഞ് ടാസ്ക്കാണ്, ലാപ്ടോപ്പ് വർക്ക്. അതാണ് ചോറ. അത് കഴിഞ്ഞ് ഈവനിങ് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങുന്ന ഫുട്ടേജ് ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഓടുമായിരിക്കും. പിന്നെ അപ്പത്തേക്കും മഴ വന്നു. ഇവിടെ മുംബൈയിൽ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റില്ല ഗൈസ്. കാരണം മഴയെപ്പോൾ വരും വെയിലെപ്പോൾ വരുന്ന ദൈവത്തിന് പോലും അറിയത്തില്ലല്ലോ. പിന്നെ എങ്ങനെ എനിക്കറിയും? പിന്നെ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ കിടക്കണം അങ്ങോട്ട്, അതൊക്കെ വലിയ ടാസ്ക്കാണ്. ഞാൻ സൈറ്റിൽ നിന്നാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. ആരെങ്കിലും കണ്ടെത്തിരുന്നു. പിന്നെ ഇവിടെ ആർക്കും മലയാളം അറിയാത്തതുകൊണ്ട് പ്രശ്നമല്ല. പിന്നെ ചേച്ചിമാരെയൊക്കെ എടുക്കുക, കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കുക, അങ്ങ് നടക്കുക. കാരണം വീഡിയോ 2 മിനിറ്റ് ആവണ്ടേ.